ഹലോ കുഞ്ഞാറ്റ ആൻഡ് ഇച്ചായൻ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല റീച്ചൊക്കെയാണ്. അത് കുഞ്ഞാറ്റ വഴി കിട്ടിയ റീച്ചാണ്. കാരണം ഇവരുടെ ഫാമിലി ഇഷ്യൂസ് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവർക്ക് എന്താണ് പറ്റിയത്, ഇവരെന്തിനാണ് ഡിവോഴ്സ് ആയത്, ഈ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഇച്ചായനിടുന്ന ഓരോ വീഡിയോസിനും നല്ല റീച്ചാണ്. അതുമാതിരി തംബ്ലൈനാണ് ഈ കൊടുക്കുന്നത്. എനിക്ക് ചിലത് പറയാനുണ്ട്, ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു, അമ്മയ്ക്കും ചിലത് പറയാനുണ്ട്, ഇനി ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണോ, അമ്മയ്ക്ക് കുറ്റം പറയുന്നവരുടെ ഒന്നേ പറയാനുള്ളൂ, എനിക്ക് പറയാൻ ഉള്ളത് പറഞ്ഞു നിർത്തുന്നു. എന്തൊക്കെയാട്ടാണ് തംബ്ലൈൻ എന്നറിയോ? ഈ തംബ്ലൈൻസ് കാണുമ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് പോയി വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും വെച്ച് ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് അത് മുഴുവനായിട്ട് ഇരുന്ന് കാണുന്ന ആൾക്കാരും ഉണ്ട്. കാരണം ആ തംബ്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. റീച്ച് ഉണ്ടാവണം, ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യണം, ആൾക്കാർ വീഡിയോ കാണണം. കാരണം ഇച്ചായനെ നന്നായിട്ട് അറിയാം ഈ ഫാമിലി ഇഷ്യൂസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും. അത് ഇച്ചായനങ്ങ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് എന്തായാലും ഒന്ന് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ എവിടെയൊക്കെ കുറച്ചായിട്ട് കുഞ്ഞാറ്റയ്ക്കിട്ട് കുത്തി അങ്ങ് വർത്തമാനം പറഞ്ഞ് വെക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ ഇച്ചായൻ ആ പറഞ്ഞതിൽ. ഇച്ചായനോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഒരാൾ പോയി കഴിഞ്ഞിട്ടും നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങേര് അല്ലെങ്കിൽ ആ വ്യക്തി ഇറങ്ങിപ്പോയി, അതവിടെ വിട്ടേക്കണം. അല്ലാതെ ആ വ്യക്തിയുടെ പിറകെ പോയിട്ട് പിന്നെയും ആ വ്യക്തിക്ക് അരോചകമാവുന്ന രീതിയിൽ കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ക്ഷമ അങ്ങ് പോവും. ഇത്രയും ദിവസം വേണ്ട, ഞാനൊരു കാലത്ത് സ്നേഹിച്ചതാണ്, കൂടെ ജീവിച്ചതാണ് എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന പല കാര്യങ്ങളും കാണും. ഒരു ക്ഷമ കേട്ട ഒരു സമയത്ത് ഒരേ ഒരു വീഡിയോ ഇട്ടാൽ മതി. ഇച്ചായൻ ഇപ്പം ഈ കാണിക്കുന്ന പരിപാടി മൊത്തത്തിൽ അങ്ങ് പൊട്ടും. ഇപ്പം കാണുന്ന വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ആ സമയത്ത് ഇറങ്ങി അങ്ങ് പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇതുപോലെ മിസ്ലീഡിങ് തംബ്ലൈൻസ് ഇട്ടിട്ട് ആ ഒരാളെ പ്രൊവോക്ക് ചെയ്യരുത്. ആളുടെ ഒരൊറ്റ വീഡിയോ മതി, ഒരേ ഒരു വീഡിയോ. കാരണം കുഞ്ഞാറ്റ എന്താണെന്നും കുഞ്ഞാറ്റ എങ്ങനെയാണെന്നും കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞാറ്റയുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഇച്ചായന് കൊള്ളാം. ഇല്ലെങ്കിൽ നല്ല പണിയും വാങ്ങിച്ച് നാണം കെട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. കേട്ടോ? ശരി എന്നാൽ ടാറ്റാ.